എൻ്റെ മക്കളെ, ദൈവം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയറിനെ അപ്ഡേഷൻ വന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ വളരണം. അതുകൊണ്ടാണ് ഈ ടെൻഷൻ വരണതിൻ്റെ കാരണം. ക്രൊണോളജിക്കൽ ഇയർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ജന്മനാ ഉള്ള വയസ്സ്, ഇപ്പോൾ ഉള്ള വയസ്സ്, അതാണ് നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഫെയ്ത്ത് ഇയർ ക്രൊണോളജിക്കൽ ഇയറിന് ഒപ്പമെങ്കിലും ആയിരിക്കണം, കുറഞ്ഞ പക്ഷം. എന്നുവെച്ചാൽ ഫെയ്ത്ത് ഇയർ ഇപ്പം നമ്മുടെയൊക്കെ ഫെയ്ത്ത് ഇയർ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് കാറ്റഗിസം പഠിക്കുന്ന കാലത്ത് കിട്ടിയ ഫെയ്ത്ത് ആയിരിക്കും ഇപ്പോഴും ആൾക്കാർ സൂക്ഷിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ വയസ്സ് 40, നിങ്ങളുടെ വിശ്വാസത്തിന് ചിലപ്പോൾ 14 വയസ്സേ ഉണ്ടാകത്തുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങളുടെ വണ്ടിയുടെ പുറകിലാണ് നിങ്ങളെ കുതിരയെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം കൊണ്ട് വലിക്കത്തില്ല ജീവിതം. പറഞ്ഞാൽ മനസ്സിലായ? വിശ്വാസം ഇപ്പോൾ വണ്ടിയുടെ മുമ്പിൽ കെട്ടണ്ടേ? വണ്ടിയുടെ മുമ്പിലല്ല കുതിരയെ കെട്ടേണ്ടത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തെ വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ, വിശ്വാസം വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിനേക്കാളും ഫെയ്ത്ത് ഇയർ നമ്മുടെ വയസ്സിനേക്കാൾ കൂടുതലായിരിക്കണം. ഈ വയസ്സിനേക്കാൾ കൂടുതൽ വയസ്സുണ്ടാകാൻ വേണ്ടി, വിശ്വാസ വയസ്സെന്ന് പറയുന്നത് ഈ ശാരീരികമായ വയസ്സ് പോലെ ഒരു സംഭവമാണ്. അപ്പോൾ വിശ്വാസ വയസ്സിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിശ്വാസ വയസ്സ് നിങ്ങൾക്ക് 24 വയസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ വയസ്സ് ഒരു 30 ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. പ്രോബ്ലം വരണതല്ല, ഈ പ്രോബ്ലത്തെ നമ്മൾ കൈകാര്യം നമ്മളെ ഈശോ കയറിയപ്പോൾ തന്നെ എന്താ പറഞ്ഞത്? വ്യഥകൾ എന്നല്ലേ പറഞ്ഞത്? ട്രബിൾസ് അല്ലേ? നിങ്ങളെ ശല്യപ്പെടുത്തുന്ന വ്യഥകൾ. അതിനൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? അനക്കയുടെ പ്രശ്നം എന്താ? അനക്കയുടെ പ്രശ്നത്തിലാണല്ലോ പിന്നെ നമ്മുടെ ബൈഫൊക്കേറ്റ് ചെയ്ത് പോയത്. അതായത് അനക്കയുടെ പ്രശ്നം, അനക്കയ്ക്ക് ഇപ്പോൾ കല്യാണമൊക്കെ കാലമായി, പക്ഷേ അപ്പൻ മരിച്ചുപോയി. അനക്കയുടെ അപ്പൻ പക്ഷേ ഗുണ്ടാത്തല എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. പക്ഷേ ഇവർ അമ്മയുടെ വീട്ടിലുമായിപ്പോയി. പക്ഷേ ഇപ്പോഴെന്നാ പറ്റിയിരിക്കണേ? അപ്പൻ്റെ ഓഹരി ഉണ്ടല്ലോ, അപ്പൻ്റെ ഓഹരി ഇവർക്ക് കിട്ടത്തില്ല. കാരണം അവർ നേരത്തെ ഇട്ടും പോകുന്നില്ലേ? നിവർത്തിയില്ലാതെ പോകുന്നതാണ്. പക്ഷേ എന്നാലും നമുക്ക് അവകാശം പോകത്തില്ലല്ലോ. പക്ഷെ അവകാശം ആർക്കും തരണ്ടേ? ഇപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർക്ക് ഇടയിലൊന്നുമില്ല. അപ്പോൾ ഇവളാണെങ്കിൽ കുഞ്ഞുനാളിൽ 3 വയസ്സിൽ പോകുന്നതല്ലേ, ഇപ്പോൾ അവർക്ക് 10, 20, 25 വയസ്സായി. തിരിച്ച് അവർക്ക് കണക്ഷൻസും ഇല്ല. അപ്പോൾ എങ്ങനെ ഈ സ്ഥലം കിട്ടും? എങ്ങനെ ചോദിക്കും? അങ്ങനെ ചോദിക്കാനുള്ള അവിടെ നിന്നിരുന്നെങ്കിൽ മെറിറ്റുണ്ടായേനും. മെറിറ്റാണല്ലോ നമ്മുടെ വിഷയം, ഇല്ലേ? അവരവിടെ താമസിച്ചിരുന്നെങ്കിൽ അയാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അതിൻ്റെ ഉള്ള അവകാശം മെറിറ്റുണ്ടാവും. ഇപ്പം ഇവൾക്ക് എന്താ ഉള്ളത്? മെറിറ്റില്ല. കാര്യം കുഞ്ഞുനാൾ തന്നെ അവിടെ നിന്ന് പോകുന്നതാണ്. അവൾ പറയുന്നുണ്ട്, അപ്പം മരിച്ചിട്ട് എനിക്ക് ദുഃഖമൊന്നും തോന്നിയില്ലെന്ന്. എന്താ കാര്യം? 3 വയസ്സിൽ പോകുന്നതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഈ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും നമ്മൾ വരണത് ആ ബന്ധങ്ങൾ ഇങ്ങനെ സാങ്കേതിക ബന്ധങ്ങളില്ലല്ലോ. എന്തുമാത്രം ആന്തരികമായ അടുപ്പമുണ്ട്, ആ ബന്ധത്തിലല്ലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവൾക്ക് അപ്പൻ്റെ അവകാശത്തിന് ഇവർക്ക് ഓഹരിയിൽ അവകാശമുള്ളതാണ്. പക്ഷെ പോകാനോ വാങ്ങിക്കാനോ തരാനോ കിട്ടാനോ യാതൊരു മാർഗ്ഗമില്ല, മെറിറ്റില്ല. അപ്പോൾ ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി 4 കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. ഒന്ന്, നോട്ട് ബൈ മെറിറ്റഡ് വർക്ക് ചെയ്യും. അത് ബൈബിളിൻ്റെ ആദ്യകാലം മുതലുള്ള സ്ഥാപന സൊല്യൂഷൻസിൽ ഒന്നാണ് നോട്ട് ബൈ മെറിറ്റ്. എല്ലാ മനുഷ്യന്മാർക്കും മെറിറ്റില്ലാത്ത ഒരവസ്ഥ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയല്ലാതെ യോഗ്യതയെ അവലംബപ്പെടുത്തി അല്ലാതെ അതിജീവിക്കേണ്ട ഒരു അത്യാഹിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ബൈബിൾ അവിടെയാണ് അഡ്രസ്സ് ചെയ്യണത്. ഞാൻ ഒന്നിൽ പറയാം, എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ അതിജീവിക്കേണ്ട ഒരവസ്ഥ വന്നാൽ അവിടെ വർക്കൗട്ട് ചെയ്യേണ്ടതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്.
നോട്ട് ബൈ ഉടമ്പടി വർക്ക് ചെയ്യണത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ്. ഇപ്പം എല്ലാവരും അങ്ങനെ ആൾക്കാർ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വരുന്നവരെല്ലാം ആ വാക്ക് പഠിച്ചിട്ട് തന്നെയാണ് വരണത്. അവർ പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാർ സാക്ഷ്യം പറയുമ്പോൾ അത് കോട്ട് ചെയ്ത് അവർ സംസാരിക്കണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന് പറയും. അപ്പം അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ കൃപ ഉണ്ടാകാൻ എന്താ മാർഗം? അവരൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല. അപ്പം മരിച്ചപ്പോൾ തന്നെ ഒരു പ്രാവശ്യം പോയതെന്നല്ല, പിന്നെ പോയില്ല. ചോദിക്കാനുള്ള അവസ്ഥയില്ല, കിട്ടാനുള്ള അവസ്ഥയുമില്ല, ഒരവസ്ഥയുമില്ല. ഇവളെന്താ ചെയ്യണത്? ഇവളൊരു ദിവസം ധൈര്യമായിട്ട് ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോകും. അവിടെ വീട്ടിൽ പോയിട്ട് ഇവിടെ എന്താ ചെയ്യണത്? അവരാരും അറിയാതെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. എന്താ ചെയ്യണത്? അപ്പൻ്റെ ഓഹരിയിൽ, നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഓഹരിയിൽ ഇവൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അവിടെ നിക്ഷേപിച്ചിട്ട് പോരും. വിശ്വാസം ചൊല്ലി ഉപ്പ് നിക്ഷേപിച്ചിട്ട് പോരും. നോക്കിയേ, അവർ ഒരു നോൺ ക്രിസ്ത്യനാണ്. എന്താണ് ഈ നോൺ ക്രിസ്ത്യൻസ്? ചിലർ ഈ വെട്ടിക്കെട്ടായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിൻ്റെ മേൽ അവർക്ക് അവകാശം കിട്ടാൻ കാര്യം ഇതുപോലെയുള്ള ചില നടപടിക്രമങ്ങളാണ്. അവളെ വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ ഉപ്പ് നിക്ഷേപിച്ചിട്ട് അവർ വീട്ടിൽ പോരും. ഒരു 72 മണിക്കൂർ ഈ വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയോ അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നുമില്ല. അവർ ആ സ്നേഹമുറക്കം മകളെന്ന രീതിയിൽ ഇവിടെ പോയി എല്ലാവരെയും കണ്ട് ആ വിശ്വാസപ്രമാണം ചൊല്ലി ആ ഉപ്പും ആ അപ്പൻ്റെ അവകാശത്തിൽ കൊണ്ട് നിക്ഷേപിച്ച്. അപ്പോഴെന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ അനക്കയെ ആ വീട്ടുകാർ വിളിക്കും. അവർ പറയണത് എന്താണ്? നിൻ്റെ ഓഹരി നീ വിൽക്കുക, ഞങ്ങൾക്കാർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇതാണ് വിഷയം. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യം വളരെ സിമ്പിളായിട്ട് നടക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട്. എന്താ ഇവർ ചെയ്തത്? ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ യോഗ്യതയാലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാവും? പിന്നെ കൃപ കൊണ്ടാണ് ആകാൻ സാധ്യതയുള്ളത്, അല്ലേ? ഇപ്പം കൃപ കൊണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ ഉടമ്പടി ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ബേസിലാണ് ഇതെല്ലാം ചെയ്യണത്. പിന്നെ എന്താണ്? വിശ്വസ്ത പ്രമാണം, സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ പറയുകയും ചൊല്ലും. പിന്നത്തെ സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ പറയുകയും എന്താണ്? പ്രെയർ ഫോമാണ്, പ്രാർത്ഥനാ രൂപങ്ങളാണ്. അതെല്ലാം വേർഡ് ഓഫ് ഗോഡാണ്. അതിലെല്ലാം വേർഡ് ഓഫ് ഗോഡുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളുണ്ട്. സ്വർഗസ്ഥനായ പിതാവിൽ 6 വചനങ്ങളുണ്ട്, ദൈവവചനങ്ങളുണ്ട്. നന്മ നിറഞ്ഞ മറിയത്തിൽ 5 വചനങ്ങളുണ്ട്, ദൈവവചനങ്ങൾ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് അതുകൊണ്ടാണ് ദൈവവചനം തന്നെയാണ് പ്രാർത്ഥിക്കണത്, അല്ലാതെ നമ്മുടെ അവിടെ മനുഷ്യൻ്റെ വചനങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ അവസാനമാണ് പ്രാർത്ഥിക്കുന്നത്. ആദ്യം നമ്മളിപ്പോൾ ചെയ്യണത് എന്താണ്? നമ്മൾ ചെയ്യണത് വിശ്വാസ പ്രമാണമാണ്. വിശ്വാസ പ്രമാണത്തിലാണ് മെറിറ്റ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യണം. അത് പ്രാർത്ഥനയല്ല. തമ്മിൽ നമ്മൾ അറിയണം. വിശ്വാസ പ്രമാണം ഒരു പ്രാർത്ഥനയല്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നിൻ്റെ കഴിവ്, നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. പക്ഷേ കൃപ ടാപ്പ് ചെയ്യുന്നതും കൃപയെ ആർജിക്കുന്നതും പ്രാർത്ഥന കൊണ്ടല്ല. പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ബ്ലെസ്സിങ്സാണ്, കൃപയല്ല. തമ്മിൽ തിരിച്ചറിയണം. പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ഇപ്പം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അല്ലേ? അതെന്താണ്? പ്രാർത്ഥനയല്ലേ? അതിലെന്താ കേട്ടോ? നമുക്ക് ജോലി കിട്ടണത് അത് ബ്ലെസ്സിങ്സാണ്. ബ്ലെസ്സിങ്, അനുഗ്രഹം. എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതികമായ ആനുകൂല്യങ്ങളാണ് അനുഗ്രഹങ്ങളെന്ന് പറയണത്. അത് കൃപയല്ല, കൃപയുടെ ഇഫക്റ്റാണ്, എപ്പോഴും പറയും. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് പ്രെയറാണ്. ഇപ്പം നന്മ നിറഞ്ഞ് പറയുമ്പോൾ സ്വസ്തി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും, അല്ലേ? ഇപ്പോഴെന്ന് പറഞ്ഞത് ഇപ്പോഴീ വർത്തമാനകാലത്ത്, പിന്നെ മരണസമയം, കർത്താവിൻ്റെ മരണസമയത്ത് അമ്മയാണ് തങ്കുറപ്പോടുകൂടെ കൂടെ നിന്നത്. അതുകൊണ്ട് നമ്മുടെ അത്യാഹിത ഘട്ടങ്ങളിൽ അമ്മ നമ്മളെ കൂടെ നിൽക്കണമെന്നാണ് പറയണത്. ക്ലിയർ അല്ലേ?
കർത്താവിൻ്റെ മരണസമയത്ത് അമ്മയാണ് ചങ്കുറപ്പോട് കൂടി. വേറെ ചെടുത്തിമാരൊക്കെ ഉണ്ടായിരുന്നത്, അത് അമ്മ നിന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഓട്ടോറിക്ഷ പിടിച്ച് പോയേനോ. വേറെ ചെടുത്തിമാരോട് ഉണ്ടായിരുന്നു, 4 പേരുണ്ടായിരുന്നു. അത് അമ്മ നിൽക്കുന്നത് കൊണ്ടാണ് അവർ നിൽക്കുന്നത്. അമ്മയുടെ ഒരു രീതി വെച്ചാൽ നിൽക്കുകയും ചെയ്യും, മറ്റുള്ളവരെ നിർത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ നിന്നത് കൊണ്ട് സഭ പ്രാർത്ഥിക്കുന്ന അമ്മയെ, ഈശോൻ്റെ മരണസമയത്ത് പോലും അമ്മയാണ് ചങ്കുറപ്പോടെ മുട്ടുവിറക്കാതെ അവിടെ നിന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടകാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞില്ലേ? ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ സങ്കടകാലങ്ങളിലും അമ്മ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി അമ്മയെ ഈശോ ചാർജ് ചെയ്തിരിക്കുകയാണ്. എത്ര പേരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷി ആരുടെയാണ്? ആൻസി തൃശ്ശൂർ, പുതുക്കാട് തൃശ്ശൂരുള്ള ആൻസിയുടെ സാക്ഷ്യത. ആൻസിയുടെ ബ്രസ്റ്റ് വെറുതെ ഇങ്ങനെ വളർന്ന് തന്നെ വീർത്തിട്ടേ പഴുപ്പടിച്ച്. അപ്പോൾ ഇവളാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകാതിരിക്കുകയാണ്. കാര്യം ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ 2 പുസ്തകം എടുത്ത് അരിഞ്ഞ് കളയണ്ടേ. അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. അപ്പോഴവൾ ചെറുപ്പക്കാരത്തിയാണ്. അപ്പം അതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായ സംഘർഷമാണ്, വല്ലാത്ത സംഘർഷം. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഈ രോഗമെന്താണെന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇതിന് മെഡിസിൻ ഇല്ല, ട്രീറ്റ്മെൻറ്റും ഇല്ലെന്ന് പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റും ഇല്ല, മെഡിസിനും ഇല്ലെന്ന് പറയും. അപ്പം മെഡിസിനും ട്രീറ്റ്മെൻറ്റും ഇല്ലാത്ത രോഗങ്ങൾ ഈ ലോകത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. ദാറ്റ് മീൻസ് മെഡിസിൻ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മെറിറ്റ് ഇല്ലെന്നാണ് നമ്മുടെ ഉടമ്പടി ഭാഷ പറയണത്. മനസ്സിലായേ? നോട്ട് ബൈ മെറിറ്റ് എന്നാണ്. അപ്പം പിന്നെന്താ വർക്ക് ചെയ്യണത്? ഗ്രേസാണ് വർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസി ഇവിടെ വന്ന് അമ്മയാണ് ഉടമ്പടി എടുത്തത്. അവളുടെ ഉടമ്പടി എടുത്തതിൽ ഇപ്പോൾ വർക്ക് ചെയ്ത് പോകണം. ഇവക്ക് ഉടമ്പടിയോട് യാതൊരു ബന്ധമില്ല. അമ്മ ഉടമ്പടി എടുത്ത് വേറെ പല കാര്യങ്ങൾക്കാണ് ഉടമ്പടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇവളുടെ ബ്രസ്റ്റ് ഇങ്ങനെ വീർക്കാൻ തുടങ്ങിയത്. വീർത്ത് വല്ലാത്ത രീതിയിലായി. അവൾ പറഞ്ഞത് ഡിസ്ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അവസാനം ഇതിന് മരുന്നുമില്ലെന്ന് കേട്ടപ്പോൾ അതിനേക്കാൾ ഭയങ്കര സങ്കടം. പഴുപ്പ് കയറി മുഴുവൻ പഴുപ്പാണ് ഈ ബ്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അവളുടെ അമ്മയുടെ ഉടമ്പടിയിൽ അവൾ ചീട്ട് വാങ്ങിച്ച് അമ്മയും മകളും കൂടി വന്നു. അപ്പം ഞാനെന്താ ചെയ്യണത്? ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിധ. അപ്പോൾ അവൾ പറഞ്ഞ് മരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യണില്ല. എന്താ കാര്യം? നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്, അല്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് കർത്താവിൻ്റെ നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ പിന്നെ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കൃപയല്ല വർക്ക് ചെയ്യത്തുള്ളൂ, അത് വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ മോളെ ഇതൊരു പ്രശ്നമില്ല. സൈത്ത് കൈ കൊടുത്ത് ഞാൻ അവൾക്ക് വേണ്ടി ഒരു പ്രെയർ വെച്ച് അവളുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയും, മോൾ ബാത്റൂമിൽ പോയിട്ട് തന്നെത്താൻ ഒരു കുരിശ് വെച്ച് വരച്ചേക്കാൻ പറയും. അവളെ സൈത്ത് കൊണ്ട് ബ്രസ്റ്റിൽ ഇങ്ങനെ വീർത്ത ബ്രസ്റ്റിൽ വിങ്ങിയ ബ്രസ്റ്റിൽ ഒരു കുരിശ് വരക്കും. അങ്ങനെ കുരിശ് വരച്ചുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡ് ടൈമിൽ ബ്രസ്റ്റ് പൊട്ടും. അത് ഞാൻ സാക്ഷ്യം കേൾക്കണം കേട്ടോ. എന്നുവെച്ചാൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതായത് ബ്രസ്റ്റ് പൊട്ടി പഴുപ്പെല്ലാം പോയി, പിന്നെ 2 ബ്രസ്റ്റും പിന്നെ ഓക്കെയായി. പിന്നെ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പെർഫെക്റ്റ് ഓക്കെയാണ്, പഴയതുപോലെയായി ഉള്ള എങ്ങനെയായിരുന്നു ആദ്യത്തെ അതുപോലെയായി. അപ്പോൾ ഇതൊക്കെ എല്ലാം ഇത് നോട്ട് ബൈ മെറിറ്റായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ബട്ട് ബൈ ഗ്രേസ്. ആ ആൻസി എന്താണ് ചെയ്തത്? അവിടെ സൈത്ത് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കുരിശിടുന്നത്. അവിടെയാണ് വിഷയം. വിശ്വാസ പ്രമാണം എന്താണ്? ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവും അവിടുത്തെ ഏകപുത്രനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധ കൃപനായി കന്യാപുരത്തിൽ പിറന്ന് പൊന്തിയോസ് പിലാത്തോസ്. അപ്പം പിന്നെ ചരിത്രപരമായ രീതിയിൽ എങ്ങനെയാണ് വചനം മാംസമായതെന്നും എങ്ങനെയാണ് പാപത്തിന് പരിഹാരം ചെയ്തതെന്നും എങ്ങനെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റതെന്നും ഈശോ ഇനി വീണ്ടും വരുന്നതിനെക്കുറിച്ചും എല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളെ ഇങ്ങനെ ആഘോഷമായിട്ട് പ്രഖ്യാപിക്കും.
എന്തിനാണ്? മെരിറ്റിന് പകരം ചെയ്യണത്. ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ്. എന്താ കാര്യം വെച്ചാൽ ഗ്രേസ്. അപ്പോൾ നിങ്ങളൊക്കെ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ എങ്ങനെ ഗ്രേസ് വരുന്നത്? അതായത് വിശ്വാസപ്രമാണം ഗ്രേസിൻ്റെ ഒരു ഫോർമുലയാണ്. ഗ്രേസ് ദൈവത്തിൻ്റെ പ്രസാദത്തിനാണ് ഗ്രേസ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ശക്തിയായിട്ടാണ് അത് അനുഭവപ്പെടുന്നത്. ശക്തിയുടെ ഇഫക്റ്റാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വേണ്ടത് അനുഗ്രഹമല്ല വേണ്ടത്, പവർ തന്നെ വേണ്ടത്. അതിനാണ് നമ്മൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സ് ഡൗൺ ആയാൽ അപ്പോൾ വിശ്വാസപ്രമാണമാണ് ചെല്ലേണ്ടത്. പറഞ്ഞു മനസ്സിലായില്ലേ? മനസ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് പവർ നഷ്ടപ്പെടുന്ന ഡീപ്പ് പവറായിപ്പോയി. നിങ്ങൾ ഡീപ്പ് പവറായി കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസപ്രമാണം ചെല്ലണം. ഈ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അറിഞ്ഞ് ചെല്ലണം. എന്താ കാര്യം? യേശു കർത്താവാണ് എന്നാണ് പറയണത്. ഇപ്പോൾ വൈദ്യശാസ്ത്രന്മാർ മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞ്, മെഡിസിൻ ഇല്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രം അതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വൈദ്യശാസ്ത്രമല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. വിശ്വസിക്കുന്നവരെ ഇപ്പം ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന. അപ്പോൾ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? നമ്മുടെ എല്ലാ ഉടമ്പടിയിലുള്ള എല്ലാ ചെയ്വനകളും നമ്മൾ ഓരോ ചെല്ലുകയല്ലല്ല, ചെയ്യുകയല്ല ചെയ്യണത്. ഈ ചെയ്യണതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ്. അതാണ് ഗ്രേസ് കിട്ടാൻ കാര്യം. അതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ രോഗികളെ കാണുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നു. ഇപ്പം നമ്മൾ തുടങ്ങി, ഇപ്പോൾ ഒരു ആംബുലൻസ് വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ രോഗികൾക്ക് കൊണ്ടുപോയി വസ്ത്രം കൊടുക്കുകയാണ്. ഇപ്പോൾ രോഗികൾക്ക് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ടതാണ്. കാര്യം അനർഹരായിട്ടുള്ള ആൾക്കാർ അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മളത് കൊണ്ടുപോയി നമ്മൾ ഓരോ വില്ലേജിലാണ് നമ്മൾ പോണത്. ഇപ്പോൾ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ അനർഹരായിട്ടുള്ളവരാണ്. അവർ അർഹരാണോ അനർഹരാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളതിന് സിസ്റ്റം മാറ്റാൻ പോയി. പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ആതുരാലയങ്ങളും അനാഥാലയങ്ങളും ഉള്ളവർക്ക് അവർക്കിവിടെ വന്ന് നമ്മുടെ കളക്ഷൻ നോക്കാം. അവർക്ക് ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് ഞങ്ങളവിടെ ഇപ്പോൾ ആതുരാലയം പോയി കണ്ട് പരിശോധിച്ചിട്ട് അവർക്ക് ഓരോ വ്യക്തികൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റിയ സംവിധാനമാണ്. അതിപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഞങ്ങൾ ആംബുലൻസെ കൊണ്ടുവന്ന് എത്തിച്ചു തരും. അതെന്ത് സംബന്ധിച്ച് ഇതുപോലെ നിങ്ങൾ ചെയ്യണ പോലെ പാരലായിട്ട് കൃപാസനത്തിലും ഈ മിഷൻ ചെയ്യാൻ ഈ മിഷൻ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചാണ് ചെയ്യണത്. അത് ഈ ജപമാല എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ ജപമാലയിൽ ഇതെല്ലാം ഉണ്ട്. വിശ്വാസപ്രമാണമുണ്ട്, സ്വർഗ്ഗസ്ഥനായ പിതാവുണ്ട്, നന്മറിഞ്ഞവരെയുണ്ട്. നമ്മളെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാം ഈ ജപമാലയിൽ ഭയങ്കര, അതായത് അതിന് ഒപ്പം ഒരു പ്രെയർ ഇല്ല. അതാണ് സംഭവം. അപ്പം ജപമാല ചൊല്ലിയാണ് നിങ്ങൾ എല്ലാ ഈ ജോലികൾ ചെയ്യേണ്ടത്, പ്രേക്ഷിത ജോലികളെല്ലാം ചെയ്യേണ്ടത് അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഗ്യാരണ്ടിയാണ്. എന്താ ഗ്യാരണ്ടി? എല്ലാത്തിനും ഒരു ഗ്യാരണ്ടി വേണ്ടേ? 2:10 എടുത്തവനെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആകയാൽ സഹോദരരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അടുത്ത വായിച്ചോളൂ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. അപ്പൊ വീണു പോകുകയില്ലെന്നാ പറയണത് അല്ലേ? ആ വചനം ഒന്നുകൂടി വായിച്ചേ. 2 പത്രോസിന്റെ 1:10 കേട്ടോ. 1 അധ്യായം 10 വാക്യമാണ്. ആകയാൽ സഹോദരരെ, സഹോദരങ്ങളെ,
നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. വീണു പോണത് എപ്പോഴാണ്? നമ്മുടെ ബലഹീനരാകുമ്പോഴല്ലേ വീണു പോണത്, അല്ലേ? ഈ ഇവിടെ ചില ചെറുപ്പക്കാരൊക്കെ വീണു പോകുമ്പോൾ എനിക്ക് ചിരി വരും. കാര്യത്തിൽ ഇവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ IELTS OET പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുമല്ലോ. ഈ പല അനിയത്തിമാരും ഇവിടെ വീണു പോകാറുണ്ട്. വീണു പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഞാൻ പറയും, പിടിച്ചേക്കണടാ നിങ്ങൾ വീണും കേട്ടാന്ന് പറയും. അതെന്താ അവർ വീണത്തിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കത്തില്ല. അതാണ് സംഭവം. അവരിങ്ങനെ ഡീസൻ്റായിട്ട് അവിടെ ഇരിക്കും, ഇപ്പം ചീട്ട് കിട്ടും എല്ലാതും പറഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് പറയണത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടേ വരുന്ന പരീക്ഷയ്ക്ക് ഈ പ്രാർത്ഥനയ്ക്ക് നിൽക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണു പോകും. ഇതുപോലെ എപ്പോഴാണ് വീണു പോണത്? നമ്മൾക്ക് ബലഹീനമാകുമ്പോഴാണ് നമ്മൾ വീണു പോകുന്നത്. ചിലപ്പോൾ മാനസികമായിട്ട് ബലഹീനമാകാം, ശാരീരികമായി ബലഹീനമാകാം, സാമ്പത്തികമായി ബലഹീനമാകാം. അപ്പം ചിലപ്പോൾ വീണു പോകും. അതാണ്. പക്ഷേ ഈ വീണു പോകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോകത്തില്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? എങ്ങനെ ചെയ്താൽ നിങ്ങളെ എംപവർ ചെയ്യാനുള്ള, അതാണ് 2 പത്രോസിൻ്റെ 1:10. എന്താണ്? ഇഫ് യു ഡു ഇറ്റ് ഓൾ ദി തിങ്സ് ദർ ഇസ് നോ ഡേഞ്ചർ ദാറ്റ് യു വിൽ എവർ ഫാൾ അവേ. ഇപ്പം ഇംഗ്ലീഷ് ബൈബിൾ അടിപൊളിയാണ്. അതായത് നിങ്ങളിതൊക്കെ ചെയ്താൽ, അതായത് ചെല്ലുമ്പോഴല്ല, ചെയ്താൽ എന്നുവെച്ചാൽ ഇഫ് യു ഡു ഇറ്റ് ഓൾ ദീസ് തിങ്സ്, ഇങ്ങനെ ചെയ്താൽ ദർ ഇസ് നോ ഡേഞ്ചർ ദാറ്റ് യു വിൽ എവർ ഫാൾ അവേ. അപ്പം നമ്മൾ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലോ, ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഈ ചെയ്യുമ്പോൾ നമ്മളെ എംപവർ ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ മാനസികമായിട്ടോ അതുപോലെ തന്നെ ശാരീരികമായിട്ടോ വീണു പോകാതെ നിലനിർത്താൻ എംപവർ ചെയ്യും, ശക്തിപ്പെടുത്തും. അത് എന്തുകൊണ്ടാണ്? അതായത് വിളിയും തിരഞ്ഞെടുപ്പും. അത് ബ്രദർ, ആൻഡ് യു ഹാവ് ബീൻ കോൾഡ് ആൻഡ് ചോസൺ, വർക്ക് ഓൾ ദി ഹാർഡർ ടു ജസ്റ്റിഫൈ ഇറ്റ്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിലേ നിങ്ങളെന്താണ്? വർക്ക് ഓൾ ദി ഹാർഡർ എന്നുവെച്ചാൽ നിങ്ങൾ ഉത്സാഹം ഉണ്ടായിരിക്കണം. അല്ലാതെ നനഞ്ഞ മോന്തായിട്ട് ഇനി 5 പത്രം ഉണ്ടല്ലോ, അത് 2 അവിടെ കൊടുക്കാതിരിക്കല്ലേ, 2 അമ്മ എടുത്ത് കൊടുത്ത് വിടാമായിരിക്കും. ഇങ്ങനെ വാദപ്പരിക്കാരെ പോലെ ചെയ്താൽ പണി കിട്ടും. നിങ്ങൾ എംപവർ ചെയ്യണമെങ്കിൽ ഉത്സാഹത്തോടെ ചെയ്യണം. വർക്ക് ഓൾ ദി ഹാർഡർ ടു ജസ്റ്റിഫൈ ഇറ്റ്. ബൈബിൾ വളരെ മാത്തമാറ്റിക്കലായിട്ട് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം അതാണ്. ഞാൻ ഉടമ്പടിയുടെ വചനമാണിത് കറക്റ്റായി. എന്താ പറയണത്? നിങ്ങളുടെ വിളിയും. ഇപ്പോൾ 2 പത്രോസ് 1:10, 1-ാം അധ്യായം 10-ാം വാക്യം എന്താണ്? നിങ്ങളുടെ വിളിയും പറഞ്ഞ് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സുകരായിരിക്കുവിൻ. ഇഫ് യു ഡു ഓൾ ദീസ് തിങ്സ്, നിങ്ങളിതെല്ലാം ചെയ്താൽ there is no danger that you ever fall. അതായത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോകത്തില്ലെന്ന്. അപ്പോഴേ നമ്മൾ കടമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം ചിലപ്പോൾ താമസിക്കുന്ന കാരണം മറ്റുള്ള കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ല, നിങ്ങളുടെ കൂട്ടുകാരത്തേക്ക് മക്കളുണ്ട്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വീണു പോകും. ക്ലിയർ അല്ലേ? അല്ലേ? ചില ആൾക്കാർ കല്യാണക്കുറിയും കൊണ്ട് കൂട്ടുകാർ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അടുക്കളയിൽ പാതിരിക്കണത്? അമ്മ ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞത് അവളെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. കല്യാണക്കുറിയും കൊണ്ടേ നിങ്ങളുടെ ക്ലാസ്മേറ്റ് വീട്ടിൽ വരുമ്പോഴേ അവളെ ഫേസ് ചെയ്യാതെ നിങ്ങൾ അടുക്കളയിൽ പോയി ഇരിക്കുകയല്ലേ? അപ്പോൾ അവളോട് ഇല്ലെന്നല്ലേ അമ്മ പറഞ്ഞു കൊടുക്കണത്. എന്താ കാര്യം? അവളുടെ കല്യാണം നടന്നു, ഇനിയിപ്പോൾ താൻ ഒറ്റയായിപ്പോയി. അപ്പോൾ അത് ഫേസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കത് കിട്ടുമ്പോൾ ചില പറയും, എൻ്റെ ഞാൻ ഇവിടെ റിസൾട്ട് ഇന്ന് വരും, അത് കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുക, എനിക്ക് ധൈര്യമില്ല വീട്ടിൽ പോയി നോക്കാൻ. വീട്ടിൽ ഇരുന്ന് റിസൾട്ട് നോക്കാൻ, OITയുടെ IELTSൻ്റെ റിസൾട്ട് വീട്ടിൽ ഇരുന്ന് നോക്കാനുള്ള ധൈര്യമില്ല. കാര്യം എന്താ? ഞാൻ വീണ് പോകുന്നു. എൻ്റെ മകളെ, നീ വീണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെക്കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിച്ചിരിക്കണത്. മനസ്സിലായാ? ഈ ജോലിയെല്ലാം ഇപ്പം നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, എന്തിനാണ്
നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യണത്. ചൊല്ലണ പ്രാർത്ഥന അല്ല നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, ചെയ്യുന്ന പദ്ധതികളാണ്. അത് ദൈവസ്നേഹത്തോടെ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യാൻ ആർക്കും പറ്റും, സാങ്കേതികമായിട്ടാണ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ശക്തിപ്പെടാത്തതിൻ്റെ കാരണം നിങ്ങളത് സാങ്കേതികമായിട്ടാണ് ചെയ്യണത്. ഇപ്പം ഞാൻ ഈ പൗരോഹിത്യം എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? ഇപ്പോഴും ഞാൻ നിങ്ങൾ സെക്യൂരിക്കാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ കണ്ടോ? എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. എല്ലാ ശനി ഞായർ തിങ്കൾ ചൊവ്വ സെക്യൂരിനായിൽ ഇൻ്റർവ്യൂ ഉണ്ട് അച്ഛന്. നിങ്ങളത് കേൾക്കണം, എല്ലാവരും കേൾക്കണത്. ഞങ്ങളത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കാര്യം. അപ്പോൾ അവരെന്നോട് കുറേ ചോദ്യങ്ങൾ പലതരത്തിലുള്ള, ഇപ്പോൾ ട്രോളൊക്കെ വരുന്നില്ലേ, അപ്പോൾ എല്ലാം കാരണം പല ചോദ്യങ്ങൾ അവരെന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് കൃത്യമായ വ്യക്തമായ മറുപടികളുണ്ട്. എന്നുവെച്ചാൽ കടന്നു പോകുന്ന കർത്താവിൻ്റെ കരം പിടിച്ച് കടന്നു പോകുന്ന കാലങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടി നിങ്ങളിങ്ങനെ, ഇപ്പം ഞാനെന്താണ് ഈ പൗരോഹിത്യം ആഘോഷിക്കണമെന്ന് പറയാൻ കഴിയുമ്പോൾ, ഞാൻ ഈ പൗരോഹിത്യം കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഈശോനോട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പ്രശ്നം. വേറെ ഒരു റീസണുമില്ല. ഇതിൻ്റെ അകത്ത് ഒരു 3-4 രോഗങ്ങൾ എനിക്കുണ്ട്. പക്ഷെ ഐ ആം നോട്ട് ഡെസ്പ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഞാൻ ഡെസ്പല്ല. അപ്പം ചിലപ്പോൾ രോഗത്തോടു കൂടി ആയിരിക്കും ചിലപ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കർത്താവിന് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശുദ്ധിയായിട്ട് മാറുകയുള്ളൂ. അത് മനസ്സിലായില്ലേ? രോഗത്തോടു കൂടി ശുശ്രൂഷിക്കാനായിരിക്കും കർത്താവ്. ഇപ്പം നമ്മൾ വായിച്ചപ്പോഴേ ഒരു വചനം വിട്ടുപോയായിരുന്നെന്ന് തോന്നി, അത് മറന്നുപോയി. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം വളരെ 1 കൊരിന്ത്യൻസ് 1:5 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 1:5. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ എന്നും പറഞ്ഞൊരു വചനമുണ്ട്. നമുക്ക് പങ്കാളിത്തം കിട്ടുന്നു എന്നും പറഞ്ഞുകൊണ്ട് രോഗികളെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴായാലും ശരി, കർത്താവിനെ അറിയിക്കാനും അറിഞ്ഞതിനെ ആഴപ്പെടുത്താനും വേണ്ടി സുവിശേഷ വേലയ്ക്കായി പത്രങ്ങൾ ജനങ്ങളെ സാക്ഷ്യപത്രങ്ങൾ കൊടുക്കുമ്പോഴും ശരി, ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടുവേണം ചെയ്യാൻ. കാര്യം എന്താ കാര്യത്തിൽ വിശ്വാസ പ്രമാണമാണ് ശരിക്കും കൃപയാർജിക്കുക. മറ്റത് അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസപ്രമാണം ഇപ്പോൾ നമ്മൾ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുന്നു അല്ലേ? ദൈവം അവനെ മരിച്ചവരിൽ നിർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. റോമ 10:9 അല്ലേ? ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ, ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് എന്താ രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യണത്. രക്ഷ. അപ്പം രക്ഷ എന്ന് പറയുമ്പോൾ ക്രിസ്തു തന്നെയാണ്. അതാണ് ലൂക്ക 2:30 നമ്മൾ വായിക്കുന്നത്. അപ്പം ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ ശക്തിയാണ്. 1 കൊരിന്തോസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ രക്ഷ പ്രാപിക്കുക എന്ന് വെച്ചാൽ ശക്തി പ്രാപിക്കുകയാണ്. ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ചെയ്യുന്നതിലൂടെയാണ്, ചെല്ലുന്നതിലൂടെയല്ല.
അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ് പോകത്തില്ല എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ 1 കൊറിന്ത്യൻസിൻ്റെ അല്ല 1 പത്രോസ് അല്ല 2 പത്രോസ് 1:10 പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ് പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ വിളി കർത്താവ് നമ്മളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ് വിളിച്ചിരിക്കണത്? വിളിച്ചിരിക്കുന്നതിന് യാതൊരു വേറെ ഒരു ഉദ്ദേശവുമില്ല. എന്താ വിളിച്ചിരിക്കണത്? നിങ്ങളെ തനിക്കിഷ്ടപ്പെട്ടൊരു അടുത്തേക്ക് വിളിച്ചു. എന്തിനാണ്? സുവിശേഷം പ്രസംഗിക്കാനും. 3:17 മർക്കോസ് സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ. മർക്കോസ് 3:14 തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഈ 12 പേരിലൂടെയാണ് ഈശോ മറ്റുള്ളവരെല്ലാവരും നിയോഗിച്ചിരിക്കുന്നത്. 12 പേരിലൂടെയാണ്. അപ്പം ഞങ്ങളെ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഭാഗം വരുമ്പോഴേ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ജോലി എന്തിനാണ്? വലിയ ജോലിയൊന്നും ഏൽപ്പിക്കണില്ല. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ സങ്കടത്തിൻ്റെയും രോഗത്തിൻ്റെ സമയത്ത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളെ തളർത്തിക്കളയാതിരിക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവഹിക്കാൻ വേണ്ടി ആണ് നിങ്ങളെ കൊണ്ട് ഇതുപോലുള്ള ശുശ്രൂഷകൾ സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി എനിക്ക് ബോധ്യം കിട്ടിയ കാര്യങ്ങളാണ് ഈ ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യണത്. കാര്യം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കുന്നു. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യണം. അവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. നിങ്ങളിതൊക്കെ ചെയ്യുന്നില്ലെന്നൊന്നും അല്ല പ്രശ്നം. സാങ്കേതികമായിട്ട് ചെയ്യുന്നുണ്ട്, സങ്കടത്തോടെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടണത്. സാങ്കേതികമായിട്ട് നിങ്ങൾ എണ്ണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ സങ്കടത്തോടെയാണ് ചെയ്യണത്.